ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ദൈവത്തെ അന്വേഷിക്കാത്തത് കൊണ്ടാണ് സത്യദൈവത്തെ കണ്ടെത്തുവാൻ ലോകത്തിന് കഴിയാത്തതെന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിന്റെ ആത്മീയതയിലൂടെ ദൈവത്തെ പൂർണ്ണമായും ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അല്ലെങ്കിൽ ആരാണോ ദൈവത്തിന്റെ ആത്മീയതയിലൂടെ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവാത്മാവിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്ക് ഒന്ന് അല്പം ചിന്തിക്കാം. ഈ ലോകത്തിൽ രണ്ടു തരം സുവിശേഷമുണ്ടെന്നാണ് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് ഒന്നാമത്തെ സുവിശേഷം അത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്, അതാണ് പുതിയ നിയമ സുവിശേഷം. രണ്ടാമത്തെ സുവിശേഷം ഈ മനുഷ്യജ്ഞാനത്തിലുള്ള സുവിശേഷമാണ്, അല്ലെങ്കിൽ അത് ലോകത്തിന്റെ സുവിശേഷമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയതാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ ബൈബിളിലൂടെ എഴുതിയിരിക്കുന്ന ഈ വചനങ്ങളെല്ലാം ദൈവത്തിന്റെ ജ്ഞാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ ജ്ഞാനം അത് ക്രിസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാണ്. ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ വചനങ്ങളെല്ലാം. ഇനി ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ ദൈവവചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാകുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം, ആ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തു. ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ച് ആ ജ്ഞാനത്തിലൂടെ ഒരു വ്യക്തി ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കി എന്ന ആ ഒരു ബോധ്യമാണ് അവന് ദൈവശക്തിയായി തീരുന്നത്. അപ്പം നമുക്കറിയാം, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് അവൻ പഠിച്ച ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ്, അല്ലെങ്കിൽ ആ വിശ്വാസമാണ് അവൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിച്ച ഒരു വ്യക്തി ആ ജ്ഞാനത്തിലൂടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ സ്വന്തമാക്കിയെന്ന് അവനറിയാം. ആ ഒരു ബോധ്യമാണ് അവന് ദൈവശക്തിയായി തീരുന്നത്. ആ ഒരു ബോധ്യം ആണ് അവനെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമാണ്. ദൈവത്തിന്റെ ശക്തിയായി തീരുന്നത് ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ഒരു വ്യക്തി ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കുന്നു. നമുക്കറിയാം, നമ്മള് മുൻപ് മനസ്സിലാക്കിയതാണ്, ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് ജനിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ്. സകല മനുഷ്യർക്കും ഉള്ള ഒരു സന്തോഷ വാർത്തയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയിലേക്ക് അവൻ എത്തുന്നു. അങ്ങനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ അവൻ സ്വന്തമാക്കുന്നതാണ് അവന്റെ ദൈവശക്തിയായി തീരുന്നത്, അല്ലെങ്കിൽ അവന് ദൈവശക്തിയായി തീരുന്നത്. വീണ്ടും പൗലോസ്ലീഹ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ഈ ലോകത്തിലുള്ള സുവിശേഷത്തെ കുറിച്ച് നമ്മൾ ആഴത്തിൽ വിലയിരുത്തിയാൽ, ഈ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നതുമായിട്ട് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് നടക്കുന്ന മുഴുവൻ മാനുഷിക സുവിശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആ വചനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യത്തിലൂടെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാൽ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്, ദൈവവചനത്തിൽ നമ്മൾ ഒരിക്കലും കൂട്ടുചേർക്കരുത്, അല്ലെങ്കിൽ ദൈവവചനത്തിലെ മായം കലർത്തരുതെന്നാണ് വചനം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഈ ദൈവത്തിന്റെ സുവിശേഷം ചെയ്യേണ്ടത് നിർമ്മലതയോടും അതുപോലെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും ക്രിസ്തുവിൽ സംസാരിക്കണമെന്നാണ്. അപ്പോൾ അതിന്റെ ഒരു ആന്തരികാർത്ഥം എന്ന് പറയുന്നത്, നാം ക്രിസ്തുവായി തീർന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിലായി തീർന്നതിന് ശേഷം മാത്രമേ ദൈവത്തിന്റെ സുവിശേഷം ഈ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി ക്രിസ്തുവിലായി തീർന്നാൽ മാത്രമേ അവന് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുള്ളൂ,
അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലാണ് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഞങ്ങള് ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. അപ്പൊ നമ്മള് ശരിയാവണ്ണം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പൗലോസ്ലീഹായുടെ കാലഘട്ടത്തിലും ഈ സുവിശേഷത്തില് വെള്ളം ചേർത്ത് അല്ലെങ്കിൽ മായം കലർത്തി ഈ പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഈ കാലഘട്ടത്തിലും ആളുകള് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് തന്നെ സാമ്പത്തിക ലാഭം നോക്കിയാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇവിടെ നമുക്കറിയാം ചില പാസ്റ്റർമാര് അതുപോലെ അല്ലെങ്കിൽ ചില വചനപ്രഘോഷകർ പറയുന്നത്, ഈ സഭയിലേക്ക് അവര് സ്തോത്ര കാഴ്ച കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പിരിവ് കൊടുത്തില്ലെങ്കിൽ അവരുടെ അനുഗ്രഹം അവര് തടഞ്ഞു വെക്കുമെന്നാണ്. അങ്ങനെയൊക്കെ പറയുവാൻ മനുഷ്യന് എന്ത് അധികാരമാണ് ഉള്ളത്? നമ്മുടെ മിടുക്കൊണ്ടാണോ ഈ സുവിശേഷം നമുക്ക് ലഭിക്കുന്നത്? അത് ദൈവത്തിന്റെ കരുണയാൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. ആ വ്യക്തി ആ ദൈവത്തിന്റെ കൃപയാലാണ് ഇത് ലഭിച്ചതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്നാണ് നാം ഈ വചനത്തിലൂടെ ഗ്രഹിക്കേണ്ടത്. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത് നിർമ്മലതയോടും അതുപോലെ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും ക്രിസ്തുവിൽ സംസാരിക്കണമെന്നാണ്. അല്ലെങ്കിൽ ക്രിസ്തുവായി തീർന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആയിത്തീർന്നതിന് ശേഷമാണ് നാം അതും നിർമ്മലതയോടെ നമ്മൾ വിശുദ്ധീകരണത്തിലൂടെ അല്ലെങ്കിൽ വിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവിലായി തീർന്ന് ആണ് നമ്മൾ ഈ ദൈവവചനം പ്രസംഗിക്കേണ്ടത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുകയില്ല അല്ലെങ്കിൽ മായം കലർത്തുകയില്ല എന്നാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മൾക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാക്കിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പൗലോസ്ലീഹായും അതുപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം അവരെ അംഗീകരിച്ചിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ്ലീഹയൊക്കെ ചെയ്തിരുന്ന സുവിശേഷത്തിൽ മായം ചേർക്കാതെയും ഉപായമില്ലാതെയും, ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷ പ്രഘോഷകരെല്ലാം ഈ ഉപായം പ്രയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ 10 കാശുണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഒട്ടുമുക്കാൽ പേരും ഈ സുവിശേഷ പ്രഘോഷണം നടത്തുന്നത് തന്നെ. അപ്പൊ ദൈവവചനം പഠിപ്പിക്കുന്നത് നമ്മള് ഈ ഉപായമൊന്നും പ്രയോഗിക്കാതെ അതുപോലെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ നമ്മള് ദൈവവചനം പ്രസംഗിക്കുമ്പോഴാണ് യഥാർത്ഥ സുവിശേഷം ഈ ലോകത്ത് നടക്കുന്നത്. ആ സുവിശേഷമാണ് ദൈവം അംഗീകരിക്കുന്നത്. ദൈവസന്നിധിയിൽ ദൈവം അംഗീകരിക്കുന്ന സുവിശേഷം നാം ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സുവിശേഷിക്കുന്നവരെയാണ് ദൈവം അംഗീകരിക്കുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സുവിശേഷ പ്രഘോഷണം നടക്കുന്നത് തന്നെ വചനപ്രഘോഷണവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും എന്നാണ് ഇന്ന് വചനപ്രഘോഷകര് അവരുടെ ഹെഡിങ് തന്നെ ഇടുന്നത് തന്നെ. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഈ ദൈവവചനത്തിൽ ഉപായം പ്രയോഗിക്കാൻ പാടില്ല, ദൈവവചനത്തില് കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഇന്ന് രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നത് തന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് രോഗമുണ്ട് അവിടെ അവര് വളരെ ഉപായത്തിലൂടെയാണ്, അല്ലെങ്കിൽ രോഗം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് രോഗം അഭിനയിപ്പിച്ച് രോഗശാന്തി കൊടുക്കുന്നു, അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി നേടുന്നു. അപ്പൊ ഇതെല്ലാം തട്ടിപ്പ് സുവിശേഷമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം ഇങ്ങനെയുള്ള സുവിശേഷങ്ങളെ ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നാം ദൈവവചന പ്രഘോഷണം നടത്തേണ്ടത് ക്രിസ്തുവിലായി തീർന്ന് ക്രിസ്തുവിനെയാണ് ലോകത്തിന് പ്രഘോഷിക്കേണ്ടത്. അങ്ങനെ ദൈവവചനത്തിൽ മായം ചേർക്കാതെയും നമ്മുടെ ഈ ഉപായങ്ങളൊന്നും പ്രയോഗിക്കാതെയും വേണം ഈ ദൈവവചന പ്രഘോഷണം നടത്തേണ്ടത് എന്നാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ക്രിസ്തുവിന്റെ ഇത്ര മഹത്വമേറിയ തേജസ്സുള്ള ഈ സുവിശേഷം ഇന്ന് ലോകത്തിലെ മനുഷ്യർക്ക് ലഭിക്കാത്തതിന്റെ കാരണം ഇവിടെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ ദൈവവചനത്തില് കൂട്ടിച്ചേർക്കാതെയും
ഉപായം പ്രയോഗിക്കാതെയും സുവിശേഷം പ്രഘോഷിക്കണമെന്ന ഈ ഒരു കാര്യം ഈ ലോകത്തിന് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരെല്ലാവരും ഈ നാശത്തിന്റെ സുവിശേഷമാണ് പ്രഘോഷിക്കുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. വീണ്ടും നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പ്രതിമയാണ് ഈ ക്രിസ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പൊ നമുക്കറിയാം ഈ ദൈവത്തിന് രൂപമില്ല, ദൈവം ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലായിത്തീരുന്നുവോ അവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അവര് ദൈവത്തിന്റെ പ്രതിമയാണ്, അല്ലെങ്കിൽ ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രതിമയാണ് അവര്. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചവരെല്ലാവരും ദൈവത്തിന്റെ പ്രതിമയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ ക്രിസ്തുവിന്റെ ആ തേജസ്സുള്ള സുവിശേഷം ഈ ലോകത്തിലുള്ളവർക്ക് പ്രകാശിക്കാതിരിക്കുവാൻ വേണ്ടി ഈ അവിശ്വാസികളുടെ മനസ്സ് ദൈവം കുരുടാക്കി കളഞ്ഞു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ഒരു വ്യക്തിയിൽ പ്രകാശിക്കാതിരിക്കുന്നതിന്റെ കാരണം അവൻ അവിശ്വാസിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവവിശ്വാസം അവന് ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ദൈവവിശ്വാസത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയതാണ്. വിശ്വാസം എന്നത് ദൈവത്തിന്റെ വിശ്വാസമാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ പഠിച്ചതാണ്, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് ലഭിക്കുന്നു. നമ്മൾ അത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അത് ടു ഫെയ്ത്ത് ആയിത്തീരുന്നു. അപ്പൊ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ബൈ ഫെയ്ത്ത് ആയിത്തീരുന്നു. അങ്ങനെ യഥാർത്ഥ ദൈവവിശ്വാസം ലഭിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിക്കുന്നവർക്കാണ്, അവരാണ് ദൈവത്തിന്റെ നീതിമാന്മാര്. അവർക്കാണ് ദൈവം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ ആ തേജസ്സുള്ള സുവിശേഷം ദൈവം അവരിലാണ് പ്രകാശിപ്പിക്കുന്നത്. അവരിലൂടെയാണ് ഈ പ്രകാശം മറ്റുള്ളവരിലേക്ക് ദൈവം പകർന്നു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ സ്വീകരിച്ച് നാം ദൈവത്തിന്റെ പ്രതിമയായി തീർന്ന് നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ദൈവം വസിക്കുന്ന ഒരു ഭവനമായി തീർന്ന് ദൈവത്തെ നമ്മൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നാം ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരണം. അങ്ങനെ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരുന്നവർക്കാണ് ദൈവം ക്രിസ്തുവിന്റെ ആ സുവിശേഷം അവരിൽ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ ആ ക്രിസ്തുവിന്റെ സുവിശേഷം അവരിൽ പ്രകാശിക്കുമ്പോൾ അവരെല്ലാവരും ലോകത്തിന്റെ പ്രകാശമായി തീരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് മറിഞ്ഞിരിക്കുന്നെങ്കിൽ ഈ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണെന്നാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഇനി ഈ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കണമെങ്കിലോ അതിന് നമ്മൾക്ക് ഒരു ഒരുക്കം ആവശ്യമാണ്. അതാണ് പൗലോസ്ലീഹ വീണ്ടും പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാം വാക്യം പഠിപ്പിക്കുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള പരിജ്ഞാനം വിളിങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളില് ദൈവത്തിന്റെ ആ യേശുക്രിസ്തുവിലുള്ള ആ യേശുക്രിസ്തുവിന് ലഭിച്ച അതേ തേജസ് നമുക്കും ലഭിക്കണമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഈ പരിജ്ഞാനത്തിന്റെ തേജസ് ലഭിക്കുന്ന ഈ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. ജ്ഞാനവും ഉണ്ട്, പരിജ്ഞാനവും ഉണ്ട്. ജ്ഞാനം അത് ക്രിസ്തുവാണ്, പരിജ്ഞാനം അത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തെ അറിയുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ ദൈവിക തേജസ് നമ്മളിൽ പ്രകാശിക്കേണ്ടതിന്, അത് പൗലോസ്ലീഹയിൽ പ്രകാശിച്ച കാര്യമാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങളിൽ പ്രകാശിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ തേജസ്സായ ഈ ക്രിസ്തുവിന്റെ ആ തേജസ്, ഈ ക്രിസ്തുവിന്റെ തേജസ് അത് ദൈവത്തിന്റെ തേജസ്സാണ്. ആ തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവം ഇവിടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആ മുഖത്തുള്ള തേജസ്
ഞങ്ങളിൽ പ്രകാശിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിൽ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള അതേ തേജസ് നമ്മുടെ ഹൃദയത്തിലും പ്രകാശിക്കണം, അല്ലെങ്കിൽ അതേ തേജസ് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രകാശമുള്ളവരായി തീരുന്നത്. ഇതാണ് യേശു പഠിപ്പിച്ചത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ യേശു ആ ക്രിസ്തുവിനെ യേശുവിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അപ്പൊ യേശുവിന് ആ ക്രിസ്തുവിന്റെ തേജസ് ലഭിച്ചു. ഈ യേശുവിന്റെ സുവിശേഷം സ്വീകരിച്ച ഓരോ വ്യക്തികളോടും നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇതാ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ലോകത്തിന്റെ പ്രകാശമായി തീരേണ്ടവരാണ്. നാം സ്വയം പ്രകാശമുള്ളവരായി തീരുകയും നമ്മൾ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം സ്വയം പ്രകാശമുള്ളവരായി തീരണമെങ്കിൽ നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണം. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന തേജസ് നമ്മൾ സ്വന്തമാക്കി ഈ തേജസ്സാണ് ഈ ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ടത്. അതാണ് യഥാർത്ഥ സുവിശേഷം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന സത്യസുവിശേഷം. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ സുവിശേഷമാണോ ഈ ലോകത്തിൽ നിന്ന് നടക്കുന്നത് എന്നാണ്. ഈ സുവിശേഷം ഈ ലോകത്തിൽ നടക്കാത്തത് കൊണ്ടാണ് മനുഷ്യർ യഥാർത്ഥമായിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിലൂടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുവാനും ലോകത്തിന് കഴിയാത്തത്. വീണ്ടും അപ്പൊ ഇവിടെ ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ വചനത്തിന്റെ പൂർണ്ണാർത്ഥം ഇതാണ്, ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള തേജസ്സിന്റെ പ്രകാശനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നാം ജീവിക്കുന്നത് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലാണ്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നാം ക്രിസ്തുവിനെ സ്വീകരിച്ച് നാം പ്രകാശമുള്ളവരായി തീരണം. ഈ പ്രകാശമാണ് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇതാണ് സത്യസുവിശേഷം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഈ 4-ാം അധ്യായം 7-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, ഈ നിക്ഷേപം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഒരു മൺപാത്രത്തിലാണ്. മൺപാത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, അത് സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകും എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ അത്യന്ത ശക്തി, ലോകം ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ ക്രിസ്തുവിന്റെ തേജസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശക്തിയാണ്. അപ്പൊ ഈ ശക്തി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈ ക്രിസ്തുവിന്റെ ആ ഒരു പ്രകാശം നൽകിയിരിക്കുന്നത് അത് മൺപാത്രത്തിലാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്, പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പറയുവാനുള്ള കാരണം, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഈ ദാനം ലഭിച്ച് നമ്മൾ സ്വയം അഹങ്കരിക്കുവാൻ ഒരു വകുപ്പുമില്ല, അല്ലെങ്കിൽ സ്വയം അഹങ്കരിക്കുവാൻ നമ്മൾക്ക് യാതൊരു കാരണവുമില്ല. ഇത് ദൈവം ദാനമായി നൽകിയതാണ്. ഇത് തിരിച്ചറിയാതെയാണ് ലോകത്തിലുള്ള സുവിശേഷകര് നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങളിപ്പോ തടഞ്ഞു കളയും, അല്ലെങ്കിൽ നിങ്ങളെ ശപിക്കും എന്നെല്ലാം പറയുന്നത്. ഈ ദൈവത്തിന്റെ ഈ സത്യം അവർ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ഇത് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. നാം ഇത് ദാനമായിട്ട് തന്നെ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതാണ്. ഇത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ദൈവം ഈ ശക്തി, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ നമുക്ക് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാത്തത് എന്നാണ് നമുക്ക് ഈ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത്. എന്നിട്ട് വീണ്ടും പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അതിന്റെ 16-ാം വാക്യത്തിലൂടെ, 4-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ പൗലോസ്ലീഹ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ വചനത്തിലൂടെ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്, ഈ സത്യസുവിശേഷം, ഈ ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ, അതാണ് നമ്മുടെ ജഡിക മനുഷ്യൻ. ഈ ജഡിക മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഡിസോൾവ് ആയി പോകുന്നു. നമ്മുടെ അകമയുള്ള മനുഷ്യൻ, അതാണ് ക്രിസ്തു. നമ്മുടെ അകമയുള്ള ക്രിസ്തു നാൾക്ക് നാൾ പുതുക്കം അല്ലെങ്കിൽ നാൾക്ക് നാൾ അത് വളരുന്നു. അതാണ് നമ്മള് ഈ ലേഖന ഭാഗം പഠിക്കുമ്പോ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരണം. അങ്ങനെ നമ്മൾ തലയോളം വളരുന്നത് എങ്ങനെയാണ്? ഈ ക്രിസ്തുവിന്റെ തലയോളം വളരണമെങ്കിൽ നാം ഈ അത്യന്ത ശക്തി, ക്രിസ്തുവിന്റെ ഈ അത്യന്ത ശക്തിയായ, ഈ അത്യന്ത തേജസ്സുള്ള ഈ ദൈവവചന പ്രഘോഷണം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജഡിക മനുഷ്യൻ ക്ഷയിച്ചു പോവുകയും നമ്മുടെ അകമയുള്ള ആത്മീയ മനുഷ്യൻ നാൾക്ക് നാൾ വളരുകയും ചെയ്യുന്നു. അതാണ് ഇങ്ങനെ 2 മനുഷ്യരുണ്ടെന്ന് പോലും ഈ ലോകത്തില്
എല്ലാവരും ഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് നമ്മുടെ പുറമെ ജഡിക മനുഷ്യനുണ്ട്, നമുക്ക് ഉള്ളിൽ ആത്മീയ മനുഷ്യനുണ്ട്. ഈ ആത്മീയ മനുഷ്യനെ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവനിലേക്ക് വന്നവര്. അതൊക്കെ നമുക്ക് പിന്നീട് ഗ്രഹിക്കാവുന്നതാണ്. അപ്പൊ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ പേടിക്കാതെ അധൈര്യപ്പെടാതെ ഞങ്ങള് ഞങ്ങൾ ഈ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോവുകയാണെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ വളരുന്നു എന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു രഹസ്യം. ഈ ദൈവരാജ്യ രഹസ്യത്തിന്റെ ഒരു മർമ്മമാണിത്. നമ്മളുടെ ഈ ഭൗമ കൂടാരം ഡിസോൾവ് ആയി പോകണം, അഴിഞ്ഞു പോകണം. എന്ന് വെച്ചാൽ അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആയി പോകണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഡിസോൾവ് ആയി പോകാനുള്ള ഒരു മാർഗമാണ് പൗലോസ്ലീഹ നമ്മൾ ആദ്യം പഠിച്ച 16-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഈ നമ്മള് ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ നമ്മളുടെ ജഡിക മനുഷ്യൻ അഴിഞ്ഞു പോവുകയും നമ്മുടെ ആത്മീയ മനുഷ്യൻ വളരുകയും ചെയ്യുന്നു. അതാണ് നമ്മളുടെ ജഡിക മനുഷ്യൻ അഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ ഭൗമ കൂടാരം, നമ്മളുടെ ഈ ജഡിക ശരീരം അഴിഞ്ഞ് ഡിസോൾവ് ആയി പോകണം. അങ്ങനെ ഡിസോൾവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നിത്യമായ ഭവനം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ആ നിത്യഭവനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഈ ജഡിക മനുഷ്യൻ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പുറമെയുള്ള മനുഷ്യൻ ഡിസോൾവ് ആയി പോകണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ പുറമെയുള്ള ഈ ജഡിക മനുഷ്യൻ ഡിസോൾവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവം ഒരു നിത്യഭവനം ഒരുക്കി സ്വർഗത്തിൽ കാത്തിരിക്കുന്നു. ആ സ്വർഗത്തിൽ നിത്യഭവനം ഒരുക്കി കാത്തിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ ഈ ജഡിക ശരീരം ഡിസോൾവ് ആയി പോകണമെന്നാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഡിസോൾവ് ആയി പോകാനുള്ള പോകാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിന്റെ ഈ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവായി തീർന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന് നമ്മൾ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ ജഡിക മനുഷ്യൻ ഡിസോൾവ് ആയി പോവുകയും നമ്മുടെ അകമയുള്ള ക്രിസ്തു നാൾക്ക് നാൾ വളർന്ന് നമ്മള് അതിന്റെ അവസാന രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിന്റെ നിത്യഭവനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഇതാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ മർമ്മം. നമ്മുടെ ഈ ജഡിക ശരീരം ഡിസോൾവ് ആയി പോകണം. ഡിസോൾവ് ആയി പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജഡിക ശരീരം മരിച്ച് മണ്ണിന്റെ അടിയിൽ പോയി ഡിസോൾവ് ആയി പോവുകയല്ല. ഈ ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ ഈ ജഡിക ശരീരം ഡിസോൾവ് ആയി പോകണം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ ദൈവത്തിന്റെ ഈ ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിലൂടെ നമ്മൾ ജഡിക മനുഷ്യൻ ഡിസോൾവ് ആയി പോയി നമ്മുടെ അകമയുള്ള നമ്മൾ ക്രിസ്തു ആയി തീർന്ന് അതിന്റെ അവസാനം നമ്മൾ രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മളെ 5-ാം അധ്യായം, ഈ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം തന്നെ അതിന്റെ 5-ാം അധ്യായം 5-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മുടെ ഈ ഭൗമകൂടാരം അഴിഞ്ഞുപോയി അല്ലെങ്കിൽ നമ്മുടെ ഈ ജഡിക ശരീരം ഡിസോൾവ് ആയിപ്പോയി നമ്മുടെ നിത്യകൂടാരമായ ദൈവത്തിന്റെ ഭവനത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ നാം ഈ ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയത്തിൽ സ്വീകരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ ലോകത്ത് കാണുന്ന ഒരു ശുശ്രൂഷ കൊണ്ടും നമുക്ക് ഇത് നേടിയെടുക്കാൻ കഴിയുകയില്ലെന്നാണ് ഈ വചനം അസന്നിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നത്. ഇത് ലോകം യഥാർത്ഥത്തിലേക്ക് ഗ്രഹിക്കുന്നില്ല. അതാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മള് എന്തെങ്കിലും ചെപ്പടി വിദ്യയിലൂടെ അല്ലെങ്കിൽ നമ്മള് എന്നും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി അല്ലെങ്കിൽ ഒരു ആരാധനയിൽ പങ്കെടുത്ത് നമുക്ക് ഈ നിത്യജീവിതത്തിൽ എത്തിച്ചേരാമെന്നാണ് മനുഷ്യൻ വ്യാമോഹിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഈ സത്യവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ജഡിക മനുഷ്യൻ മരിക്കുന്നത് അല്ലെങ്കിൽ ജഡിക മനുഷ്യൻ ഡിസോൾവ് ആയി പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്നത് എങ്ങനെയാണ് ദൈവം? അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയത ദൈവം അച്ചാരമായി നമ്മൾക്ക് തന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ നമുക്കറിയാം, ഈ അച്ചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു ആചാരമുണ്ട്. നമ്മൾ അച്ചാര കല്യാണം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണം ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന് ആ കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ
അതിന്റെ ഒരു ഉറപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ അച്ചാര കല്യാണം എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളെ ദൈവത്തിന്റെ നിത്യഭവനത്തിൽ എത്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അഡ്വാൻസ് ആണ് ഈ ദൈവത്തിന്റെ ആത്മീയത. അപ്പൊ ദൈവത്തിന്റെ വില തന്ന്, അല്ലെങ്കിൽ ദൈവം നമ്മൾ വില തന്ന് മേടിച്ച്, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നാണ് വചനം പഠിക്കുന്നത്. ദൈവത്തിന്റെ വില എന്താണ്? ദൈവം നമുക്ക് തരുന്ന ആ വില എന്താണ്? ഈ ഭൂമിയില് എന്തെല്ലാം നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കൊടുത്താലും കിട്ടാത്ത ദൈവത്തിന്റെ ആത്മീയതയാണ് ഈ സമ്പത്ത്. അപ്പൊ ദൈവം നമുക്ക് തരുന്നത് ഈ നമ്മുടെ ഈ ജഡിക ശരീരം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൗമകൂടാരം അഴിഞ്ഞുപോയി, ഡിസോൾവ് ആയിപ്പോയി, നമുക്ക് ദൈവത്തിന്റെ നിത്യകൂടാരത്തിൽ എത്തുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ഒരു വേയാണ് ഈ ദൈവത്തിന്റെ ആത്മീയത. അപ്പൊ ദൈവം അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നൽകിയിരിക്കുകയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ നിത്യകൂടാരത്തിൽ എത്തുവാൻ, നമ്മളുടെ ഈ ജഡിക ശരീരം അഴിഞ്ഞുപോയി ദൈവത്തിന്റെ ആ നിത്യകൂടാരത്തിൽ, ദൈവത്തിന്റെ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ ദൈവത്തിന്റെ ആത്മീയത നമുക്ക് അഡ്വാൻസ് ആയി നൽകിയിരിക്കുകയാണ്. അങ്ങനെ ആ ആത്മീയതയിലൂടെയാണ് ഈ ദൈവത്തിന്റെ നിത്യകൂടാരത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുള്ളൂ. വീണ്ടും നമ്മൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 22-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അപ്പൊ നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മീയത നമുക്ക് അഭിഷേകമായി നൽകിയിട്ടാണ്. അപ്പൊ ഇന്ന് ലോകത്തിലെ ആളുകൾ പറയും ദൈവം അഭിഷേകം ചെയ്തു, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥ അഭിഷേകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മീയത ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയത അവന് കൊടുത്തിട്ടാണ്. അപ്പൊ ദൈവം അവനെ വിലയ്ക്ക് വാങ്ങുന്നത് ദൈവത്തിന്റെ ആത്മീയത കൊടുത്തിട്ടാണ്. അത് ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ്. നമ്മൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ആ ആത്മീയത നമുക്ക് ലഭിക്കണമെന്നില്ല. അത് ദൈവം കൃപയാൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപ ലഭിച്ച വ്യക്തികൾക്ക് മാത്രമാണ് ദൈവം ഈ ആത്മീയത കൊടുക്കുന്നത്. അങ്ങനെ ആത്മീയത ലഭിച്ച വ്യക്തിയിൽ നിന്ന് കേട്ട് പഠിച്ച് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഈ ആത്മീയത സ്വീകരിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീരാമെന്നാണ് ശരിയാവണ്ണം വചനം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാവുന്നത്. വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം, ആ സത്യസുവിശേഷം നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മെ ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയതയിലൂടെ വീണ്ടെടുപ്പിനായിട്ട് മുദ്രയിടുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഒരു വ്യക്തിയെ വീണ്ടെടുപ്പിനായിട്ട് മുദ്രയിടുന്നത്, അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയെ സീല് ചെയ്യുന്നത് ദൈവത്തിന്റെ ആത്മീയത അവന് കൊടുത്തിട്ടാണ്. അങ്ങനെ ദൈവത്തിന്റെ ആത്മീയത ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് ദൈവം അവനെ വീണ്ടെടുപ്പിനായിട്ട് മുദ്രയിടുന്നു. അപ്പൊ ദൈവത്തിന്റെ മുദ്ര എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയതയാണ്. ഇത് ലോകം തിരിച്ചറിയുന്നില്ല, ഇത് ലോകം ഗ്രഹിക്കുന്നുമില്ലെന്നാണ് വചനം പഠിക്കുന്നത്. പിന്നെ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. കണ്ടോ? അപ്പൊ ദൈവം നമ്മളെ ഈ പരിശുദ്ധമായ ആത്മീയതയിലൂടെ മുദ്രയിടുന്നു. അതിനുവേണ്ടി ദൈവം അഡ്വാൻസ് ആയിട്ട് ദൈവത്തിന്റെ ആത്മീയത നമുക്ക് തരുന്നു. അപ്പൊ ഈ ആത്മീയത, ദൈവത്തിന്റെ ഈ സത്യ ആത്മീയതയിലൂടെയാണ് ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ വെച്ച് മുദ്രയിടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയത അവന് കൊടുത്തുകൊണ്ടാണ്. അതാണ് യഥാർത്ഥ അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മീയത അവന് കൊടുക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ദൈവത്തിന്റെ ആത്മീയത സ്വീകരിച്ച് നമുക്ക് ഈ ദൈവത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് നമുക്ക് മുദ്രയേൽക്കുന്നവരായി തീരാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും നമ്മള് ആയിത്തീരേണ്ടതും നാം ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി തീരുക, ദൈവത്തിന്റെ വിശ്വാസം സ്വീകരിച്ച്
ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ച് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയതയിലൂടെ മുദ്രയിടപ്പെട്ടവരായി വീണ്ടെടുപ്പിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിന്റെ ആത്മീയത നമ്മുടെ ഹൃദയത്തിൽ അഡ്വാൻസ് ആയിട്ട് നൽകിയിട്ടാണ്. ഇത് ലോകത്തിൽ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പക്ഷെ ലോകം ഇത് തിരിച്ചറിയുകയോ ആ ആത്മീയതയിൽ അനുസരിച്ച് ജീവിച്ച് ആ ആത്മീയത എന്ത് പറയുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ സത്യം ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്തത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ആ പരിശുദ്ധമായ ആത്മീയത സ്വീകരിച്ച് ദൈവത്താൽ മുദ്രയിടപ്പെട്ടവരായി നമുക്ക് നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായിട്ട് ഒരുങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ നിത്യഭവനത്തിലേക്ക് അവകാശം നേടിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മീയത ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ആത്മീയതയിൽ വിശ്വസിച്ച് ആ ആത്മീയത അനുസരിച്ച് ജീവിച്ച് നമുക്ക് ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള യാത്ര തുടരാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മീയതയിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.